ഇങ്ങനെയെങ്കിൽ അവിടെ ഒരു പൊതുദർശനത്തിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും ഇത് സമയമെടുക്കും. DC ഓഫീസിൽ തന്നെ ഭൗതികദേഹം ഇനി എടുക്കാൻ സമയമെടുക്കും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. കാരണം എളുപ്പത്തിൽ അത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് എളുപ്പത്തിൽ അവസാനിപ്പിക്കൽ അസാധ്യമാണ്. അല്ലെങ്കിൽ പൊതുദർശനമേ വേണ്ട DC ഓഫീസിൽ എന്നൊരു തീരുമാനത്തിലേക്ക് എത്തണമായിരുന്നു. പക്ഷേ അതും സാധ്യമായിരുന്നില്ല. കാരണം എത്രയോ ആളുകൾ പുഷ്പചക്രവുമായി അവിടെ രാവിലെ മുതൽ കാത്തു നിൽക്കുന്നതാണ്. അവരെ ഒന്നും നിരാശപ്പെടുത്തേണ്ടതില്ല. അതിൽ കൂടുതൽ ആളുകളും പ്രമുഖരായ മറ്റു പാർട്ടികളുടെയൊക്കെ പ്രമുഖരായ നേതാക്കളാണ്. കാരണം അവരെ അങ്ങനെ നിരാശപ്പെടുത്തി മടക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് പാർട്ടി എത്തിയിട്ടുണ്ടാവണം. അതുകൊണ്ടും കൂടിയാണ് DC ഓഫീസിൽ ഇനി എത്ര വൈകിയാലും ഒരു പൊതുദർശനമാകാം എന്ന തീരുമാനത്തിലേക്ക് എത്തിയത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ചെറിയ സമയമെങ്കിലും DC ഓഫീസിനകത്തൊരു പൊതുദർശനം എന്നതാണ് ഇപ്പോൾ പാർട്ടി അവിടെ അവലംബിച്ചതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിഷാദ് ഉണ്ട്. നിഷാദ്, നേരത്തെ അതിനകത്ത് ഒരു പൊതുദർശനം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ അവ്യക്തത ഉണ്ടായിരുന്നു. പക്ഷേ ചെറിയ സമയമാണെങ്കിലും ഒരു പൊതുദർശനത്തിലേക്ക് കടന്നിരിക്കുന്നു എന്ന് തന്നെയല്ലേ കാണുന്നത്? അതായത് ആളുകൾ അവരുടെ അഭിവാദ്യം അർപ്പിച്ച് പറഞ്ഞുതരാനുള്ള സംവിധാനം ഒരു വഴി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ വഴിയിൽ ആളുകൾ വേഗത്തിൽ പുറത്തേക്ക് ശ്രമിക്കുകയാണ്. ഒരു വഴി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ വഴിയിലൂടെ ആളുകളെ വേഗത്തിൽ പുറത്തേക്ക് വിടാൻ ശ്രമിക്കുകയാണ്. പക്ഷേ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചല്ലോ, 100 കണക്കിന് ആളുകൾ പുറത്ത് വെയിറ്റിംഗ് ആണ്. അപ്പം പല വഴികളിലൂടെ അകത്തേക്ക് കടക്കാൻ ആളുകൾ പരിശ്രമിക്കുന്നത് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇവിടെ വലിയ ജനക്കൂട്ടം കാണാം. ഇവിടെ എല്ലാവർക്കുമുള്ള അവസരം ഒരുക്കിയതിന് ശേഷം പൊതുദർശനം പൂർത്തിയാക്കുക എന്ന് ഭയങ്കര ടാസ്ക് ആയിരിക്കും. ഇപ്പൊ നമ്മൾ കാണുന്ന ആളുകൾ BS-നെ കണ്ടതിന് ശേഷം മടങ്ങിപ്പോകാൻ ക്രമീകരിച്ചിരിക്കുന്ന വഴിയിലൂടെ നേതാക്കളും പ്രവർത്തകരും അണികളും സാധാരണക്കാരായിട്ടുള്ള ആളുകളൊക്കെയും കടന്നു പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. മറ്റ് പ്രധാനപ്പെട്ട സാമൂഹ്യ സംഘടനാ നേതാക്കളൊക്കെ തന്നെ ഇതുവഴി പുറത്തേക്ക് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. PS അച്യുതാനന്ദന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാനുള്ള അവസരം ഒരുക്കിയിരിക്കുന്നത് ഈ ഹാളിലാണ്. നമുക്ക് അവിടെ നിന്ന് കാഴ്ച കാണാൻ പറ്റും. അവിടെ നിന്ന് ആളുകൾ പുറത്തേക്ക് വരുന്നതിന്റെ കാഴ്ചയാണ് കാണുന്നത്. പക്ഷേ ഇത് നമ്മൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ 100 കണക്കിന് 8-9 മണിക്കൂർ പുറത്ത് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർക്ക് എല്ലാവർക്കും കാണാനുള്ള അവസരം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതിന് ആ നിലയ്ക്കുള്ള വലിയ വെല്ലുവിളി ഉണ്ടെന്ന് തന്നെയാണ് കാണേണ്ട കാര്യം. എന്തായാലും ഇവിടെ മുദ്രാവാക്യങ്ങളുമായി 100 ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ പരിസരത്ത് തടിച്ചുകൂടിയിരിക്കുന്നു. അവരെല്ലാവരും ഇതിനകത്തേക്ക് പ്രവേശിക്കുകയാണ്. സമയപരിമിതി വലിയ പ്രശ്നമാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് പരമാവധി ആളുകളെ വേഗത്തിൽ അവരുടെ ഇത് പൂർത്തിയാക്കി പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് ഇവിടെ വോളണ്ടിയേഴ്സും പോലീസും എല്ലാം ഉള്ളത്. പക്ഷേ ആൾക്കാരുടെ എണ്ണമാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് കണ്ട കാര്യം. എന്തായാലും DC ഓഫീസിൽ ജനം തിങ്ങി നിറഞ്ഞിരിക്കുന്ന കാഴ്ച ഇവിടെ സൈഫു. നിശ്ചയമായും CPM-നെ സംബന്ധിച്ചിടത്തോളം നേരത്തെ വിജിൻ സൂചിപ്പിച്ചതുപോലെ എല്ലാ കാര്യങ്ങൾക്കും, എല്ലാ പരിപാടികൾക്കും, എല്ലാ ചടങ്ങുകൾക്കും ഒരു ചിട്ടയുള്ള, ഒരു കൃത്യമായ മെക്കാനിസമുള്ള, സംവിധാനമുള്ള പാർട്ടിയാണ് CPM. പക്ഷേ ഇവിടെ അതൊന്നും വിലപ്പോകുന്നില്ല എന്നതാണ് നമ്മൾ കാണുന്നത്. പാർട്ടി തീരുമാനിച്ച സമയക്രമങ്ങളെല്ലാം തെറ്റിച്ചത് ഇങ്ങനെ ഇരച്ചെത്തിയ ജനമാണ്, ഇങ്ങനെ ഇരമ്പിയാർത്ത പാരാവാരമാണ്. അതുകൊണ്ട് ഈ ജനങ്ങളെ ഇങ്ങനെ ഇരച്ചെത്തിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ ഒരു നോക്കെങ്കിലും കാണുക എന്ന വലിയ അധമ്യമായ ആഗ്രഹത്തോടു കൂടി എത്തിയ ആളുകളെ നിരാശപ്പെടുത്തേണ്ടതില്ല എന്ന് പാർട്ടി തീരുമാനിക്കുന്നിടത്താണ് ഇതിങ്ങനെ വൈകുന്നത്. അപ്പോൾ ഈ DC ഓഫീസിൽ രാവിലെ മുതൽ തടിച്ചുകൂടി നിൽക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ DC ഓഫീസിലെ പൊതുദർശനം വേണമെങ്കിൽ ഒഴിവാക്കാം എന്നൊരു വേള നേതാക്കൾ ആലോചിച്ചിരുന്നു എന്നാണ് നമ്മൾ അറിയുന്നത്. പക്ഷേ അത് കഴിയില്ല എന്ന് പിന്നെയാണ് പാർട്ടി തിരിച്ചറിയുന്നത്. കാരണം രാവിലെ മുതൽ പ്രമുഖരായ നേതാക്കളടക്കം ഇവിടെ നിന്നൊക്കെയോ എത്തിയ അനേകായിരം മനുഷ്യർ അവിടെ കൂടി നിൽപ്പുണ്ട്. ആ ആൾക്കൂട്ടത്തിനിടയ്ക്ക് മുൻ മന്ത്രിമാരുണ്ട്, പ്രമുഖരായ നേതാക്കളുണ്ട്, നിലവിലുള്ള മന്ത്രിമാരുണ്ട്. പക്ഷേ നമുക്ക് ദൂരെ നിന്ന് കാണുമ്പോൾ അതൊരു ആൾക്കൂട്ടമാണ്. BS-നെ അവസാനമായി കാണാനെത്തിയ ഒരു ആൾക്കൂട്ടം മാത്രം. ആൾക്കൂട്ടത്തിനകത്തെ വ്യക്തികളെ ചികഞ്ഞെടുക്കൽ ഇവിടെ പ്രസക്തമേ അല്ല. എന്തായാലും ഇപ്പോൾ അവിടെ ഒരു പൊതുദർശനം നടക്കുന്നു. അതിനെപ്പോൾ മുതിർന്ന കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെയും ഇവിടെ പൊതുദർശന പരിപാടി അറ്റൻഡ് ചെയ്യാനുണ്ടായിരുന്നു. ഒപ്പം തന്നെ വലിയ ജനക്കൂട്ടത്തെ നമുക്കിവിടെ കാണാൻ കഴിയും. നേരത്തെ സൈഫ് ചൂണ്ടിക്കാണിച്ചതുപോലെ 8-9 മണിക്കൂറായി ഇവിടെ കാത്തു നിൽക്കുന്ന ആൾക്കാരുടെ വലിയ നീണ്ട നിര ഈ റോഡ് നിറയെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ
വലിയ റഷ് അനുഭവപ്പെടുന്നുണ്ട്. പരമാവധി ആളുകളെ വേഗത്തിൽ കയറ്റി പുറത്തേക്ക് എടുക്കാനുള്ള ശ്രമം നടത്തുകയാണ്. അതിനിടയിൽ ഇവിടെ ഒരാൾ കുഴഞ്ഞു വീഴുകയും ചെയ്തു. അവർ എടുത്തുകൊണ്ട് പോകാൻ എന്നാലും വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. നേതാക്കളും പ്രവർത്തകരും അടക്കമുള്ള നൂറുകണക്കിന് ആളുകൾ DC ഓഫീസിന് പുറത്ത് വെയിറ്റ് ചെയ്യുന്നു. അവരെ അകത്തേക്ക് കടത്തി പരമാവധി ഈ ഉപചാരം അർപ്പിച്ച് മടങ്ങിപ്പോകാനുള്ള അവസരം ഒരുക്കാനുള്ള ശ്രമത്തിലാണ്. എന്തായാലും VS അച്യുതാനന്ദൻ അദ്ദേഹത്തിന്റെ തട്ടകത്തിൽ നിന്ന് വിടവാങ്ങുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ കർമ്മഭൂമികയിൽ നിന്ന് പോകുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന് ആവേശഭരിതമായ വൈകാരിക നിർഭരമായ യാത്രയയപ്പ് നൽകുകയാണ് ജനങ്ങൾ. നമ്മളിപ്പോൾ അവിടെ ആ ഭാഗത്താണ് VSന് അന്ത്യോപചാരം അർപ്പിക്കാനുള്ള അവസരമുള്ളത്. അവിടെ നിന്ന് പരമാവധി ആളുകളെ അതിവേഗത്തിൽ അവിടെ നിന്ന് കടത്തിവിടാനുള്ള ശ്രമമാണ് ഇപ്പോൾ വോളണ്ടിയേഴ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആളുകൾക്ക് അല്പസമയം പോലും നിൽക്കാനോ അല്ലെങ്കിൽ മുദ്രാവാക്യം വിളിക്കാനുള്ള സമയം അനുവദിക്കാൻ കഴിയാത്ത നില അവിടെ ഉണ്ട്. VS അച്യുതാനന്ദൻ വിടവാങ്ങുമ്പോൾ ആലപ്പുഴ അദ്ദേഹത്തിന് എങ്ങനെയാണ് അവസാനത്തെ യാത്രയയപ്പ് നൽകുന്നത് എന്നതിന്റെ തത്സമയ കാഴ്ചയാണ് കാണുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് പ്രിയസഖാവിന് മരണമില്ലെന്ന് പറഞ്ഞുകൊണ്ട് VSന്റെ മൃതദേഹം DC ഓഫീസിലാണ്. സങ്കടമഴയിൽ അവിടെ ജനങ്ങൾ മുങ്ങുന്നത് കാണാം. അവിടെയും പൊതുദർശനം തുടരേണ്ട സാഹചര്യമാണ്. അത്രയധികം ആളുകളാണ് ഒഴുകി DC ഓഫീസിലേക്കും എത്തിയിരിക്കുന്നത്. അവിടെ നേതാക്കൾക്ക് മാത്രം, പാർട്ടി പ്രവർത്തകർക്ക് മാത്രം VSനെ കാണാനുള്ള അവസരമായിരുന്നു നേരത്തെ പാർട്ടി തീരുമാനിച്ചിരുന്നത്. പക്ഷേ അതിൽ നിൽക്കില്ല. അത്രയധികം ആളുകൾ വേദിക്കകത്ത് വീട്ടിലേക്ക് കയറാൻ സാധിക്കാത്ത മുഴുവൻ ആളുകളും മറ്റുള്ള പാർട്ടി പ്രവർത്തകരായിട്ടുള്ള മറ്റു പല ജില്ലകളിൽ നിന്ന് വന്ന ആളുകളുമെല്ലാം DC ഓഫീസിലേക്ക് എത്തിയിരിക്കുന്നു. അവിടെ വീണ്ടും VSനെ എല്ലാവരെയും കാണിക്കാൻ പൊതുദർശനം എന്ന രീതിയിൽ തന്നെ അത് നടത്തേണ്ട സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ സമയം ഇനിയും ഏറെ വൈകാനുള്ളൊരു സാധ്യതയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ തീരുമാനിച്ച തരത്തിൽ ആ സമയത്തിനനുസരിച്ച് VSനെ അവിടുന്ന് വലിയ ചുടുകാട്ടിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നാണ് ഈ തിക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അവിടെയും ആളുകളെ കാണിക്കുകയാണ്. VSനെ കാണാൻ വേണ്ടി പല ഭാഗത്തു നിന്ന് എത്തിയിരിക്കുന്ന ആളുകളാണ്. ഒരു തരത്തിലും അവരോട് മാറിപ്പോകാനോ മാറി നിൽക്കാനോ പറയാൻ സാധിക്കില്ല. അവരുടെ നേതാവാണ്. അവർക്ക് അവസാനമായി ഒരു നോക്ക്, ഒരു സെക്കൻഡ് ഇല്ലെങ്കിൽ 2 സെക്കൻഡ് ഒന്ന് നിന്ന് കാണാൻ പോലും സാധിക്കില്ലെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഇത്രയധികം ആളുകൾ, ജനങ്ങൾ അങ്ങോട്ട്
എത്തിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അവരെ കാണിക്കുക എന്നുള്ളത് ഉത്തരവാദിത്വം കൂടിയാണ്. അതുകൊണ്ട് പാർട്ടി എന്ത് തീരുമാനിക്കുന്നു സമയത്തിന്റെ കാര്യത്തിൽ എന്നുള്ളതിനെ കുറിച്ച് നമുക്കിപ്പോൾ വ്യക്തതയില്ല. സമയക്രമത്തിലൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ്. നിഷാദ് റാവുത്തർ ചേരുന്നുണ്ട്. നിഷാദ്, സമയക്രമം ഒന്നും പാലിക്കാൻ സാധിക്കില്ല, അത് നമ്മൾ തുടക്കം മുതലേ കണ്ടതാണ്. ഒരു തരത്തിലും ഒരു സമയവും പാലിക്കാൻ സാധിച്ചിരുന്നില്ല, അത് സാധ്യവുമല്ല. ഇപ്പോൾ എത്ര സമയം DC ഓഫീസിൽ എന്നതിനെ കുറിച്ചെങ്കിലും പറയാൻ സാധിക്കുമോ? മുഴുവൻ ആളുകളെയും കാണിക്കുക എന്ന് തന്നെയാണോ പാർട്ടി തീരുമാനിക്കുന്നത്? അത്രയധികം തിരക്കാണ് അവിടെ. നമുക്ക് കണക്ട് ചെയ്യാൻ അല്ലെങ്കിൽ റിപ്പോർട്ടർമാരോട് പോലും സംസാരിക്കാൻ പറ്റാത്തത്ര തിരക്കിലാണ്, അത്രയധികം ശബ്ദത്തിലാണ് ഉറച്ച മുദ്രാവാക്യം വിളികൾ. അത് തൊണ്ടയിടറിയും ആവേശത്തോടെയും അതിലപ്പുറം പ്രിയ സഖാവിന് വേണ്ടി അവസാനമായി വിളിക്കുന്ന മുദ്രാവാക്യം എന്തോണവും വാനിലേക്ക് ഉയരുന്ന മുഷ്ടികളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സഖാവിനായി അവസാനമായി ഒരു പൂവെങ്കിൽ അത് അർപ്പിക്കാമെന്ന് കരുതി വന്ന കേരളത്തിന്റെ തന്നെ പല സ്ഥലങ്ങളിൽ നിന്നും ഇന്ത്യയിൽ നിന്ന് പല സ്ഥലങ്ങളിൽ നിന്നെത്തിയ ആളുകളാണ്, പാർട്ടി പ്രവർത്തകരാണ് പാർട്ടി ഓഫീസിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ നേതാക്കൾക്കും പാർട്ടി പ്രവർത്തകർക്കും ചുരുങ്ങിയ ചില ആളുകൾക്ക് മാത്രം പാർട്ടി ഓഫീസിനകത്ത് കാണാം എന്ന രീതിയിൽ അതൊരു ഔദ്യോഗിക ചടങ്ങായി മാറ്റാം എന്നൊക്കെ ആയിരിക്കണം പാർട്ടി വിചാരിച്ചിട്ടുണ്ടാവുക. പക്ഷേ അത് സാധ്യമായില്ല. സമയക്രമത്തിൽ ഒരു രീതിയിലും ക്രമീകരിക്കാൻ സാധിക്കാത്ത അവസരമാണ്. ആളുകളെ പോലും കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണ്. ഒരാളെ പോലും ഒഴിവാക്കിയോ മാറ്റി നിർത്തിയോ തള്ളിമാറ്റിയോ ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യമാണ്. കാരണം VSനെ കാണുക എന്ന ഇല്ലെങ്കിൽ ഒരു സെക്കൻഡെങ്കിലും ഒന്ന് കണ്ടുപോവുക എന്ന് മാത്രം, ഒരു മുദ്രാവാക്യം വിളിച്ചു പോവുക എന്ന് മാത്രം കരുതി വന്ന ജനസാഗരമാണ്. അവരെ കാണിക്കുക എന്നുള്ളതാണ്. അത് സമൂഹത്തിൻ്റെ പല പല ഭാഗങ്ങളിൽ നിന്ന്, പല മേഖലകളിൽ നിന്നുള്ള ആളുകൾ നേരത്തെ പല സ്ഥലങ്ങളിലായിട്ടുള്ള പൊതുദർശനത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ പാർട്ടി പ്രവർത്തകർ മാത്രം DC ഓഫീസിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. അവർക്ക് ഇവിടെയെങ്കിലും കാണാം എന്നുള്ളതായിരിക്കാം അവരുടെ പ്രതീക്ഷ. അതുകൊണ്ട് പലയിടങ്ങളിൽ നിന്നും മാറി നിന്നവരായിരിക്കും. അവരെ ഒരു തരത്തിലും തള്ളിമാറ്റി പോകാനും സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ സമയക്രമം പാലിക്കാൻ സാധിക്കും എന്ന് കരുതാൻ കഴിയില്ല. സംസ്കാരത്തിന്റെ സമയം ഇനിയും നീളാനാണ്. നിഷാദ് റാവുത്തർ ചേരുന്നുണ്ട്. നിഷാദ്, സമയക്രമം ഒന്നും അതിലൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ്. ഇപ്പോഴെന്ത് തീരുമാനിച്ചു എന്നാണ് അറിയുന്നത്? VS അച്യുതാനന്ദൻ എന്തുമാത്രം വലിയ ഹൃദയവികാരമായിരുന്നു ആലപ്പുഴക്കാർക്ക് എന്നറിയണമെങ്കിൽ നമ്മളിപ്പോൾ ഇതിനകത്ത് വന്ന് നിൽക്കണം. കാരണം കഴിഞ്ഞ 8-9 മണിക്കൂർ സമയമായി ഇവിടെ കാത്തുനിന്ന